നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന സീരീസിൻ്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇത്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഫോർ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ മറാഠി പ്രയോഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഇംഗ്ലീഷിൽ ഫോർ എന്ന് പറയുന്ന ആ വാക്ക് പല കാരണങ്ങളും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒരൊറ്റ വാക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസൺ ഓർ കോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ ഹി വാസ് പണിഷ്ഡ് ഫോർ ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ അവൻ എന്തിനാണ് പണിഷായത്? അവൻ്റെ തെറ്റ് കാരണമാണ് അവൻ പണിഷായത്. അവിടെ ഫോർ എന്ന വാക്ക് വരും. പിന്നെ പർപ്പസ് അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് കാണിക്കാൻ വേണ്ടി ഐ ആം ഗോയിങ് ഫോർ എ വാക്ക്, ഞാൻ എന്തിനാണ് പോണത്? ഞാൻ നടക്കാൻ പോവുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വിൽ ഗിവ് യു മൈ പെൻ ഫോർ യുവർ ബുക്ക്, നിൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ പേന തരാം. പിന്നെ ഡ്യൂറേഷൻ ഓർ പീരിയഡ്, ഹി വാസ് മൈ ടീച്ചർ ഫോർ 3 years, അദ്ദേഹം എൻ്റെ ടീച്ചറായിരുന്നു. എത്ര കാലത്തേക്ക്? 3 വർഷത്തേക്ക്. അല്ലെങ്കിൽ ഡയറക്ഷൻ ഓർ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി മൈ ഫാദർ ഈസ് ലിവിങ് ഫോർ മുംബൈ ടുമോറോ, എൻ്റെ അച്ഛൻ മുംബൈയിലേക്ക് നാളെ പോവുകയാണ്. അപ്പോൾ ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഈ എല്ലാ സന്ദർഭങ്ങളിലും ഫോർ എന്ന ഒരൊറ്റ വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ തന്നെ മറാഠിയിൽ ഇതിന് എല്ലാത്തിനും വേറെ വേറെ വാക്കുകളാണ്, സന്ദർഭങ്ങളനുസരിച്ച് വേറെ വേറെ വാക്കുകളാണ് ഉപയോഗിക്കുക. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ റീസൺ അല്ലെങ്കിൽ കാരണം എന്ന അർത്ഥം വരാൻ വേണ്ടി മറാഠിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മുളെ. അപ്പോൾ ഫോർ എന്ന അർത്ഥം വരുന്ന തന്നെ നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, റീസൺ ഓർ കോസിന് വേണ്ടി ഇംഗ്ലീഷിൽ നമ്മൾ ഫോർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിന് മറാഠിയിൽ മുളെ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അതു കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മുളെ എന്ന സഫിക്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആക്ഷൻ വേർഡ് എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ മുളെ എന്ന വാക്ക് കൂടെ പറഞ്ഞാൽ അതു കാരണം എന്ന അർത്ഥം വരും. എക്സാമ്പിൾ നോക്കാം. ഈ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ദേ ഗോട്ട് പണിഷ്മെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് ട്രബിൾ ഇൻ ദ ക്ലാസ്. ഇവിടെ ഫോർ എന്നത് ഒരു റീസൺ അല്ലെങ്കിൽ കാരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഇതിനെന്താ പറയുക? ക്ലാസ്സിൽ പ്രശ്നം സൃഷ്ടിച്ചത് കാരണം അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടി അല്ലേ. ഇതിനെ നമുക്ക് ഈ ഫോർ എന്ന വാക്ക് മറാഠിയിൽ എങ്ങനെ യൂസ് ചെയ്യും എന്ന് നോക്കാം. ഓക്കെ, വർഗാത് മസ്തി കേല്യാമുളെ त्यांना शिक्षा मिळाली. ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ച വാക്ക് നോക്കൂ, കേല്യാമുളെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സഫിക്സ് ആയിട്ട് മുളെ എന്ന വാക്കാണ് കാരണം, അതു കാരണം എന്നർത്ഥം വരാൻ മറാഠിയിൽ യൂസ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ നമ്മൾ ഫോർ എന്ന വാക്ക് ഉപയോഗിച്ചു. ഇവിടെ കേല്യാമുളെ, കർണെ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം. നമുക്കറിയാം, ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. അപ്പോൾ കേല്യാമുളെ, കേല്യ എന്നത് കർണെ എന്നതിൻ്റെ ഒരു പ്രയോഗമാണ്, ചെയ്തതു കൊണ്ട് എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് കേല്യാമുളെ, ചെയ്തതു കാരണം, കേല്യാമുളെ. ഓക്കെ, ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വർഗാത്ത് എന്ന് പറഞ്ഞാൽ ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ. നമ്മൾ നേരത്തെ നോക്കിയ വാക്കാണ്, ഇത് പഠിച്ചതാണ്. വർഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്നാണ് അർത്ഥം. വർഗാത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ, ഇൻ ദ ക്ലാസ്. മസ്തി, മസ്തി എന്ന് പറഞ്ഞാൽ കുട്ടികൾ മസ്തി ചെയ്യുക എന്ന് പറയും സാധാരണ. മിസ്ചീഫ് അല്ലെങ്കിൽ ട്രബിൾ ക്രിയേറ്റ് ചെയ്യുക, മസ്തി എന്ന് പറഞ്ഞാൽ മിസ്ചീഫ്. കേല്യാമുളെ, മിസ്ചീഫ് ചെയ്തതു കൊണ്ട്, മുളെ അതുകൊണ്ട് അല്ലെങ്കിൽ അതു കാരണം, മിസ്ചീഫ് ചെയ്ത കാരണം. കേല്യാമുളെ ഫോർ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ പ്രശ്നം സൃഷ്ടിച്ചതു കാരണം. ഓക്കെ, त्यांना അവർക്ക്, त्यांना അവർക്ക്, ഇംഗ്ലീഷിൽ ദേ എന്ന് പറയും, മലയാളത്തിൽ അവർക്ക്. ശിക്ഷ പണിഷ്മെൻറ്റ്, ശിക്ഷ പണിഷ്മെൻറ്റ്. മിളാലി എന്ന് പറഞ്ഞാൽ ഗോട്ട് എന്നാണ് അർത്ഥം. മിളനെ ടു ഗെറ്റ്, മിളാലി ഗോട്ട്. അപ്പോൾ വർഗാത് മസ്തി കേല്യാമുളെ त्यांना शिक्षा मिळाली. ക്ലാസ്സിൽ മിസ്ചീഫ് ചെയ്തത് കൊണ്ട് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടി. ഓക്കെ, അടുത്തത്
ഫോർ എന്ന വാക്ക് ഒരു ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഐ യൂസ് ദിസ് ബൗൾ ഫോർ മൈ പെറ്റ്. ഈ ബൗള് ഞാൻ എൻ്റെ പെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോർ എന്നത് വേണ്ടി എന്നർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുക. ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഉദ്ദേശം സൂചിപ്പിക്കാൻ നേരത്ത് അതിന് മറാഠിയിൽ സാഠി എന്ന വാക്കാണ് ഉപയോഗിക്കുക. സാഠി. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ആപ്പൺ ചാൽന്യാസാഠി ഉദ്യാനാത് ജാവുയ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് നടക്കാൻ വേണ്ടി പാർക്കിൽ പോകാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിനു വേണ്ടി? നടക്കാൻ വേണ്ടി. ചാൽന്യാസാഠി. അവിടെ സാഠി എന്ന് ഫോർ വാക്ക് എന്നതിന് പകരം നമ്മൾ നടക്കാൻ വേണ്ടി എന്ന് പറയാൻ ചാൽന്യാസാഠി. സാഠി എന്ന വാക്കാണ് അവിടെ ഫോർ എന്ന അർത്ഥം വരാൻ വേണ്ടി സഫിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. ആപ്പൺ, നമുക്കറിയാം എന്താണ് ആപ്പൺ? നമുക്ക് എന്നാണ് അർത്ഥം ഇവിടെ വരുന്നത്. നമുക്ക്. ചാലണയാസാഠി, ചലണേ നടക്കുക, ചാലണയാസാഠി നടക്കാൻ വേണ്ടി, ഫോർ വാക്കിംഗ്. ഉദ്യാൻ, ഉദ്യാൻ എന്ന് പറഞ്ഞാൽ പാർക്ക് എന്നാണ് അർത്ഥം. ഉദ്യാനാത്ത് എന്ന് പറഞ്ഞാൽ ഇൻ ദ പാർക്ക്, പാർക്കിൽ. ജാവൂയ, ജാണേ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. ജാവൂയ എന്ന് നമ്മളും മറ്റുള്ളവരും കൂടിയിട്ട് നമുക്ക് പോകാം എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ജാവൂയ. ലെറ്റ്സ് ഗോ എന്നർത്ഥം വരാൻ ജാവൂയ. അപ്പോൾ ആപ്പൺ ചാലണയാസാഠി ഉദ്യാനാത് ജാവൂയ. നമുക്ക് നടക്കാൻ വേണ്ടി പാർക്കിൽ പോകാം. ഓക്കെ, ഇനി ഫോർ എന്ന വാക്ക് ഒന്നിന് പകരം മറ്റൊന്ന് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഐ വിൽ ഗിവ് യു മൈ പെൻ ഫോർ യുവർ ബുക്ക്. നിൻ്റെ ബുക്കിന് പകരമായി ഞാൻ എൻ്റെ പേന തരാം എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മറാഠിയിൽ ഇങ്ങനെയുള്ള അർത്ഥം വരാൻ വേണ്ടി ബദ്ലാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഫോർ എന്നർത്ഥം വരാൻ വേണ്ടി. എങ്ങനെ? എക്സ്ചേഞ്ച് എന്ന അർത്ഥം വരാൻ, അല്ലെങ്കിൽ അതിനു പകരമായി എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് ബദ്ലാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. മീ തുലാ तुझ्या वहीच्या बदलात माझे पुस्तक देईन. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിനക്ക് നിൻ്റെ നോട്ട് ബുക്കിനു പകരമായി എൻ്റെ ബുക്ക് തരാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഓരോ വാക്കും എടുത്ത് നോക്കാം. മീ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ, ഞാൻ എന്നാണ് അർത്ഥം. തുല, നിനക്ക് എന്നാണ് അർത്ഥം. തുജ്യ, നിൻ്റെ. വഹി എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് എന്നാണ് അർത്ഥം. ഇതൊരു പുതിയ വാക്കാണ്. നമുക്കറിയാം ബുക്ക് എന്നതിന് നമ്മൾ പുസ്തക് എന്നാണ് പറയുക. പല ക്ലാസ്സിലും നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നോട്ട് ബുക്ക്, എഴുതുന്ന നോട്ട് ബുക്ക് എന്ന് പറയാൻ വഹി എന്ന് വേണം പറയാൻ. ഓക്കെ, പിന്നെ വഹിച്യാ ബദ്ലാത്ത് എന്തിൻ്റെ പകരമാണ്? നോട്ട് ബുക്കിൻ്റെ പകരം. അപ്പോൾ അവിടെ ബദ്ലാത്ത് എന്ന വാക്ക് സഫിക്സ് ആയിട്ട് ഉപയോഗിക്കണം ഫോർ എന്നർത്ഥം വരാൻ വേണ്ടി. ഓക്കെ, വഹിച്യാ ബദ്ലാത്ത് ഫോർ ദ നോട്ട് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദ നോട്ട് ബുക്ക്. മാঝে എൻ്റെ. പുസ്തക്, ബുക്ക്, നമുക്കറിയാം പുസ്തകം. ദേയീൻ, ദേണേ എന്ന് പറഞ്ഞാൽ ഗിവ് എന്നാണ് അർത്ഥം. ടു ഗിവ് എന്നതിന് ദേണേ എന്നുള്ള ആക്ഷൻ വേർഡാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് ദേയീൻ എന്ന് പറഞ്ഞാൽ വിൽ ഗിവ്, തരും എന്നാണ് അർത്ഥം. ഓക്കെ, മീ തുല തുജ്യ വഹിച്യ ബദ്ലാത്ത് മാঝে പുസ്തക് ദേയീൻ. ഞാൻ നിനക്ക് നിൻ്റെ നോട്ട് ബുക്കിനു പകരം എൻ്റെ പുസ്തകം തരാം, തരും. ഓക്കെ, അപ്പം നമ്മൾ കണ്ടില്ലേ, ഇംഗ്ലീഷിൽ ഒറ്റ വാക്ക് പല സന്ദർഭങ്ങളിലും പല അവസരങ്ങളിലും ഒരേ വാക്ക് യൂസ് ചെയ്യും. പക്ഷെ മലയാളത്തിലായാലും മറാഠിയിലായാലും അങ്ങനെയല്ല. ഓരോ സന്ദർഭം അനുസരിച്ചിട്ട് വാക്കുകൾ വേറെ വേറെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഡെയിലി ലൈഫിലും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ, ഞാൻ അതിന് ഉത്തരം തരാം. ഓക്കെ, എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.